പ്രിയപ്പെട്ടവരെ, ഇന്ന് കർക്കിടക മാസം 31-ാം തീയതി. പണ്ട് നമ്മുടെയൊക്കെ വീട്ടുകളിൽ ഈ ദിവസം വൈകുന്നേരം ആകുമ്പോഴേക്ക് മൊത്തം എല്ലാം മുക്കും മൂലയെല്ലാം തൂത്തുവാരി ഒരു പഴയ മുറത്തിനകത്തൊക്കെ എല്ലാം ആക്കി കൊണ്ടുവന്ന് കളയുന്നൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു. ഇപ്പം മിക്കവാരുടെയും വീട്ടുകളിലൊന്നും ചെയ്യുന്നില്ല. കാര്യം എല്ലാവരും ജോലിക്കാരും സമയം കുറവുള്ളവരും ഒക്കെ അല്ലേ. എല്ലായിടവും പ്രശ്നം പഴയ പോലെയല്ല. പഴയ മുത്തശ്ശിമാരൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഇതെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെയൊക്കെ കുഞ്ഞുനാളിലൊക്കെ ഇതൊക്കെ എൻ്റെ അച്ചാമ്മയൊക്കെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, അമ്മയും ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴുള്ള കുട്ടികൾക്കോ അല്ലാത്തവർക്കോ ഒന്നും അതേപ്പറ്റി ഒരു വിവരവും ഇല്ല, ഒന്നും അറിയാനും വയ്യ. ഇപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു തിരുമേനി സോഷ്യൽ മീഡിയയിൽ തന്നെ പറഞ്ഞ ഒരു കാര്യമാണത്. ചെയ്യാൻ പറ്റുന്നവർക്ക് ഇന്ന് ചെയ്യാൻ പറ്റുന്നെങ്കിൽ നല്ലതായിരുന്നു. ഇന്ന് വൈകുന്നേരം വിളക്ക് കത്തിക്കുന്നതിന് മുമ്പായിട്ട് 6 മണിക്കും 6:30ക്കും ഇടയ്ക്കായിട്ട് അതിന് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, പിന്നെ നമ്മുടെ വീട്ടിലെ ഏതെങ്കിലും പഴയ ചട്ടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൻ്റെ പുറകുവശത്ത്, അതായത് വീടിൻ്റെ പുറകുവശത്തെന്ന് വെച്ചാൽ പടിഞ്ഞാറ് സൈഡിൽ നമ്മൾ കിഴക്കോട്ട് നോക്കി നിൽക്കത്തക്ക രീതിയിൽ ബാക്ക് സൈഡിൽ ചെറിയൊരു കല്ലെടുത്ത് അടുപ്പ് കൂട്ടി, ഒരു 3 കല്ലെടുത്ത് അടുപ്പ് കൂട്ടുകയോ അല്ലെങ്കിൽ നമ്മുടെ പഴയ ചട്ടി ഉണ്ടെങ്കിൽ അതായാലും മതി. അതിനകത്ത് കുറച്ച് ചകിരിയും പിന്നെ എല്ലാം കൂടെ വെച്ചിട്ട് നമ്മുടെ വീട്ടിൽ തൂക്കുന്ന ചൂലുണ്ടല്ലോ, ഇറുക്കിച്ചൂലുണ്ടെങ്കിൽ അതിൻ്റെത്, ഇല്ലെങ്കിൽ നമ്മുടെ ഇപ്പം പുല്ലിൻ്റെ ചൂലാണല്ലോ ഉപയോഗിക്കുന്നത്. പ്ലാസ്റ്റിക് ചൂല് ഉപയോഗിക്കുന്നവരുടെ എനിക്ക് എങ്ങനെയാണെന്ന് അറിയാൻ പറ്റുന്നില്ല. പുല്ലിൻ്റെ ചൂലാണെങ്കിൽ അതിൽ നിന്നും ഏതിൽ 3 എണ്ണം, ഇറുക്കിലാണെങ്കിൽ 3 എണ്ണം, പുല്ലാണെങ്കിൽ 3 എണ്ണം ഇതെടുത്തുകൊണ്ട് വന്നിട്ട് നമ്മൾ അത് ഒടിച്ച് അതിനകത്തേക്ക് ഇടുക. ആ ചട്ടിയിലേക്കോ അല്ലെങ്കിൽ അടുപ്പ് കൂട്ടുന്നതിനകത്താണെങ്കിൽ അങ്ങനെ ചകിരിയുടെ മണ്ടയ്ക്കോട്ട് അത് ഇടുക. ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ വീട്ടിൽ വിളക്കരിക്കുന്ന, അതായത് വിളക്ക് തലേന്ന് കത്തിച്ച് എരിഞ്ഞതിൻ്റെ ബാക്കി എണ്ണ ഉണ്ടാവുമല്ലോ, അത് കൊണ്ടുവന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒഴിക്കുക. അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചിട്ട് പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ ദോഷം മാറാൻ വേണ്ടിയിട്ട് നമ്മൾ 3 വറ്റൽമുളകിൻ്റെ ഞെട്ട്, 3 വറ്റൽമുളകിൻ്റെ ഞെട്ട് ഇറുത്തെടുത്തതും ഒരിച്ചിരി ഉപ്പും, ഇത് രണ്ടാണ് അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ. ഇതും കൂടെ കൊണ്ടുവന്നിട്ട് നമ്മൾ അതിൻ്റെ മുമ്പിൽ അവിടെ ചെന്നിട്ട് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഒരു കർപ്പൂരം എടുത്ത് കത്തിച്ചാൽ അത്രയും നല്ലത്. അല്ലാതെ തീപ്പെട്ടി വെച്ച് വേണമെങ്കിൽ അങ്ങനെയും കത്തിക്കാം. ഇത് കത്തി കഴിയുമ്പോഴത്തേക്ക് ഈ ഉപ്പും പിന്നെ ഈ മുളകിൻ്റെ തണ്ടും കൂടെ എടുത്തിട്ട് നമ്മൾ ഒരു മന്ത്രം ചൊല്ലണം. അത് കർക്കിടക മാസത്തിലെ ഒഴിച്ചിലെന്ന് അതിന് പറയുന്നത്, കർക്കിടക ഒഴിച്ചിൽ. അപ്പോൾ മന്ത്രം ഞാൻ എങ്ങനെയാണെന്ന് പറഞ്ഞു തരാം. അത് 11 തവണയാണ് ചെല്ലേണ്ടുന്നത്. 11 തവണ ചൊല്ലിയിട്ട് ഇതിനകത്തോട്ട് ഇത് ഇട്ട് കത്തിച്ച് കളയുക ചെയ്യുന്നത്. ആ മന്ത്രം പറയാം. ഓം കർക്കിടകേശായ കൺമഷമൻപൊടു അഗ്നിയായി പോകേണമാശു സ്വാഹ നമഃ. മന്ത്രം ഒന്നുകൂടെ പറയാം, മലയാളമാണ് കേട്ടോ. ഓം കർക്കിടകേശായ കൺമഷമൻപൊടു അഗ്നിയായി പോകേണമാശു സ്വാഹ നമഃ. ഈ മന്ത്രം 11 പ്രാവശ്യം ചൊല്ലിയിട്ട് നമ്മൾ അതിനകത്തോട്ട് മുളകിൻ്റെ ഞെട്ടും ഉപ്പും കൂടെ കത്തിച്ച് കളയുക. കത്തിച്ച് കളഞ്ഞിട്ട് പിന്നെ വന്ന് നമുക്ക് കുളിച്ചിട്ട് വിളക്ക് കത്തിക്കാം. അതിനുമുമ്പ് ഇത് ചെയ്യുന്ന സമയത്ത് കുളിക്കണമെന്നൊന്നുമില്ല, അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കർക്കിടകത്തിൽ ആ ഒരു ഇത് മാറുമെന്നാണ്. കർക്കിടകത്തിലുണ്ടാകുന്ന കർക്കിടകി എന്ന് പറയുന്ന ഒരു പിശാച്, അതായത് ഒരു നമുക്ക് നല്ലത് വരുത്തുന്ന ഒരാളല്ല അത് നമ്മളെ പുറകുവശമാണത് കറങ്ങിക്കൊണ്ടിരിക്കുന്നതെന്നാണ് പറയുന്നത്. നമ്മുടെ ഐശ്വര്യങ്ങളെല്ലാം ഇല്ലാതാക്കുന്ന ഇതാണത്, ആ ശക്തിയാണത്. അത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്, അത് പോയി കഴിഞ്ഞിട്ട് നല്ല ഐശ്വര്യം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. എല്ലാം ഈ മന്ത്രം ചൊല്ലുമ്പോഴത്തേക്ക്, ഇത് കത്തിച്ച് കളയുമ്പോഴത്തേക്ക് ഈ ഒരു ദുർശക്തി നമ്മളെ വിട്ടു പോയിട്ട് നമ്മുടെ വീടിന് ഐശ്വര്യവും സമ്പത്തും ഒക്കെ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അതാണ് കർക്കിടക ഒഴിച്ചിൽ എന്ന് പറയുന്നത്. അപ്പം ചെയ്യാൻ പറ്റുന്ന കൂട്ടുകാർ സുഹൃത്തുക്കളൊക്കെ അത് ചെയ്താൽ നന്നായിരുന്നു. അപ്പോൾ എനിക്ക് കിട്ടിയൊരു അറിവ് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്തതേ ഉള്ളൂ. ഓക്കെ, നന്ദി, നമസ്കാരം.